ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി നമ്മുടെ ഭിത്തിയിലൊക്കെ കുട്ടികൾ പേനയോ പെൻസിലൊക്കെ വെച്ച് വരച്ചാലും നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് മായ്ച്ച് കളയാനുള്ള നല്ലൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനതിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിഷ് വാഷ്, അതേപോലെ വിനാഗിരി, അതേപോലെ തന്നെ നമ്മുടെ വൈറ്റ് കളറിലെ പേസ്റ്റ്, വൈറ്റ് കളറിലെ പേസ്റ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് മൂന്നും മാത്രം മതി. അപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ റെഡിയാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ അളവിൽ ഡിഷ് വാഷ്, അതിൻ്റെ അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി, അതേപോലെ തന്നെ പേസ്റ്റും 1 ടീസ്പൂൺ അളവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി നല്ലോണം മിക്സാക്കി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കുക. കാരണം ആ പേസ്റ്റ് അതുമായിട്ട് നല്ലോണം ഒന്ന് ചേർന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് പഴയ ഒരു ബ്രഷ് എടുക്കാം. അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി ഒന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമ്മുടെ ഭിത്തിയിൽ അഴുക്കും മെഴുക്കും, അതേപോലെ തന്നെ കുട്ടികൾ വരച്ച പേനയുടെ ആണേലും പെൻസിലിൻ്റെ ആണേലും, അതേപോലെ തന്നെ നമ്മൾ മാർക്കറൊക്കെ വെച്ച് വരച്ചാലും എല്ലാം വളരെ എളുപ്പത്തിൽ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം കുട്ടികൾ ഇതാണ്ട് മതിലൊക്കെ വരച്ചിട്ടിരിക്കുക, ഭിത്തിയിലൊക്കെ വരച്ചിട്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കളയുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സൊല്യൂഷൻ നല്ല രീതിയിൽ കട്ടിക്കൊന്ന് തേച്ച് കൊടുക്കുക. അപ്പം വെറുതെ ഒന്ന് ബലമൊന്നും കൊടുക്കാതെ വെറുതെ ഒന്ന് ഞാൻ തേച്ച് കൊടുക്കുകയാണ്. കാരണം ഒരുപാട് ബലം കൊടുത്താൽ നമ്മളെ പെയിൻ്റൊക്കെ പോവും. അപ്പോൾ പെയിൻറ്റ് പോവാത്ത രീതിയിൽ നമ്മൾ വളരെ നിസ്സാരമായിട്ടൊന്ന് ഇതേപോലെ ബ്രഷൊന്ന് വെച്ച് ആക്കി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ കുട്ടികൾ വരച്ച അടയാളങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മായ്ച്ച് കളയാനായിട്ട് പറ്റും. അപ്പോൾ അതങ്ങനെ കിടക്കുമ്പോൾ ഒരു വൃത്തികേടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എളുപ്പം തന്നെ നമുക്ക് ഭിത്തിയിലെ അഴുക്ക്, അതേപോലെ തന്നെ മെഴുക്കും കറയും എല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് വെളുപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സ്പോഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മുടെ കുട്ടികൾ വരച്ച പേനയുടെയും പെൻസിലിൻ്റെയൊക്കെ അടയാളം നമുക്ക് ആദ്യം മായ്ച്ച് കളയാം. അതിനുശേഷം അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് അഴുക്കുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ആ സ്പോഞ്ച് തൊട്ടിട്ട് ആ ഒരു സൊല്യൂഷൻ തൊട്ടിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പം എന്നിട്ട് അത് തന്നെ വെച്ച് നമുക്ക് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അത് നല്ലോണം ഒന്ന് കഴുകുക. സ്പോഞ്ച് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം അത് വെച്ചിട്ട് തന്നെ അഴുക്കും മെഴുക്കും എല്ലാം നമുക്കൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, തുടച്ച സ്ഥലവും തുടയ്ക്കാത്തതും നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് തേച്ച് കൊടുക്കുക. അഴുക്കുള്ള ഭാഗത്തെല്ലാം തേച്ച് കൊടുക്കുക. അപ്പോൾ ഭിത്തി വെറുതെ പെയിൻ്റ് അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭിത്തിയിലുള്ള എല്ലാ അഴുക്കും പോകും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഭിത്തി പെയിൻ്റ് അടിച്ച പോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിപ്പം ഞാൻ കുറച്ച് സൊല്യൂഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇവിടെ കുറച്ച് ഭാഗത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളതായിരുന്നു. അപ്പം എത്രമാത്രം നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമേ. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല വെള്ളി പോലെ തിളങ്ങുന്നുണ്ട് നമ്മുടെ ഭിത്തിയൊക്കെ. അപ്പം പെൻസിലിൻ്റെയും പേനയുടെയൊക്കെ ഇതെല്ലാം പോയിട്ട് കണ്ടോ, ഭിത്തി അഴുക്ക് ഒക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അല്ലോ, അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതേ ഉള്ളൂ, എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ആ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.